ഹേ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ടേബിളാണ്. അപ്പൊ എന്റെ പുറകിൽ ഈ കാണുന്നതാ കേട്ടോ ടേബിൾ. നിങ്ങളുടെ റൂം ഒരു കുഞ്ഞു റൂമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ വെച്ച് നിങ്ങൾക്ക് സ്പേസ് കളയാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ടേബിളിന്റെ ഈ ഒരു പോർഷൻ കണ്ടില്ല, ഇത് വെറും 37.something സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ ഒരുപാട് സ്പേസ് എടുക്കാണ്ട് ഇത് ഒരിടത്ത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത്രയും ഭാഗത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 78 സെന്റിമീറ്റർ ആണ്. നമ്മുടെ റൂമിൽ കുറച്ച് സ്പേസ് മതി ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എവിടെ വെച്ച് എഴുതും, ബാക്കി ബുക്സും സാധനങ്ങളൊക്കെ എവിടെ വെക്കുമെന്ന്. കാര്യം ഇവിടെ നോക്കുമ്പോൾ ഇത്ര സ്പേസേ ഉള്ളൂ. അതാണ് എനിക്ക് ഈ ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. ഇത് ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല സ്പേസ് ഉള്ളൊരു ടേബിൾ ആയിട്ട് മാറും. ഇവിടെ വെച്ച് നമുക്ക് എഴുതുകയും ചെയ്യാം. ഇതിന്റെ അകത്ത് നമുക്ക് ബുക്സ് മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനും പറ്റും. ഇവിടെ മാത്രമല്ല കേട്ടോ ബുക്സ് വെക്കാൻ പറ്റുന്നത്, ഇതിന്റെ താഴ്ഭാഗത്ത് ഞാൻ ഇവിടെ ഫയലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെയും ഒരു വലിയൊരു സ്പേസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ സ്ക്രൂ പോലത്തെ വേറെ എന്തൊക്കെയോ കുറെ സാധനങ്ങളായിട്ടുള്ള ഒരു പാക്ക് ഉണ്ട്. ഇനിയുള്ളത് വുഡ് ആണ്. 15 പീസ് വുഡ് പീസസ് ആണുള്ളത്. ഓരോന്നിന്റെ പുറത്ത് നമ്പേഴ്സ് ഉണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് നമ്മൾ അസംബിൾ ചെയ്ത് കഴിയാണ്ട് ഈ നമ്പേഴ്സ് ഒന്നും ഇളക്കി കളയേ ചെയ്യരുത്. പിന്നെ നമുക്ക് തന്നെ ഈസി ആയിട്ട് ആ മാനുവൽ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 5,000 ആണ്. അതായത് ഒരു 4500 സംതിങ് ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരു ടേബിളിനെ സംബന്ധിച്ച് എനിക്ക് തോന്നി ഇത് അത്ര വലിയ പ്രൈസ് ഒന്നും അല്ല. പിന്നെ ഇതിന്റെ വുഡ് ആണെങ്കിലും മറ്റു സാധനങ്ങളും സ്ക്രൂവും ഒക്കെ ആണെങ്കിലും എനിക്ക് ഒന്നിലും ഡാമേജോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയുള്ള വീഡിയോ. നമ്മുടെ ടേബിളിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. ടാറ്റാ.